എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുഞ്ഞിനെക്കുട്ടനില്ലാതെ എന്താ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെക്കുട്ടനുണ്ട് കേട്ടോ. പിന്നെ കുറേ പേരുടെ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ ഇരുത്താൻ വേണ്ടിയിട്ട് എന്നാ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇപ്പോഴല്ല കുറേ മുന്നേയൊക്കെ അയക്കാറുണ്ടായിരുന്നേ. അപ്പോൾ എന്നാൽ എല്ലാവരും പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ വീഡിയോ ചെയ്താൽ മതി, അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചിരി സംസാരം ഒക്കെ കേൾക്കാമല്ലോ, പിന്നെ കുഞ്ഞിനെക്കുട്ടനെ കുറേ സമയം കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ അവൻ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുന്ന എനിക്ക് നേരിട്ട് കാണാമല്ലോ, അല്ലെങ്കിൽ ഞാൻ സാധാരണ റെക്കോർഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അത് പൊട്ടുകുത്തനല്ലടാ, ഇതേ പേപ്പർ എടുത്തിട്ടുണ്ട്, നമുക്ക് വരയ്ക്കാം, ഇതേ ബുക്ക് എടുത്തിട്ട് വേണം. അന്നേരം കുഞ്ഞിനെക്കുട്ടനെ ഇങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ അവനെ കൊണ്ടുവരാത്തത്. അപ്പോൾ ഞാനത് അവനെ കുഞ്ഞിലെ ഇരുത്താൻ വേണ്ടിയിട്ട് എന്നാ ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേർക്ക് അത് പ്രയോജനമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നേരത്തേക്ക് നമ്മൾ അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. കൊള്ളൂല്ലോ കുഞ്ഞാ, അത് കടിക്കല്ലേ. കൊണ്ടു നമ്മുടെ കൈത്ത ചേട്ടൻ എന്തിയടാ, ചേട്ടൻ എന്തിയടാ കൊച്ചു നോക്കിക്കേ ഇതിൻ്റെ താര ഇരിക്കണേന്ന്. അപ്പോൾ അവർ ഒരുപാട് സമയമൊന്നും ഇങ്ങനെ കോർണർ സിറ്റിങ്ങിലൊന്നും കുട്ടികൾ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നതെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ കളിക്കുക ചെയ്യുന്നത്. പിന്നെ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല, ഇങ്ങനെ നമ്മൾ ഇരുത്തി കഴിയുമ്പോൾ തല ഇങ്ങനെ കുനിച്ച് പിടിച്ചിട്ടിരിക്കണം. കാരണം അവർക്കത് ഇവിടെ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടൊക്കെ പിന്നെ അവർക്കൊരു ശീലം ഹാബിറ്റ്സ് ആയി പോയ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ ഇരിക്കലുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയാമോ, നമ്മളിങ്ങനെ അവരുടെ കൂടെ ഞാൻ അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യാം. ബോളൊക്കെ എറിഞ്ഞും പിടിച്ചൊക്കെ കളിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ അൻവി മോളും കൂടി ഉണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് ഒരു സഹായം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. മര്യാദയ്ക്ക് ഇരിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്താവുന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഇത് പിശുക്കൊണ്ടല്ല കേട്ടോ സത്യം പറഞ്ഞാൽ മൈക്ക് വാങ്ങിക്കാത്തത്. എനിക്ക് കറക്റ്റ് ഏത് മൈക്ക് ആണ് വേണ്ടത് എന്നറിയില്ലാത്തത് കൊണ്ടാണേ. ഇപ്പം നമുക്ക് ചേട്ടനെ എടുത്തിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ കിടക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞിൻകുട്ട നമുക്ക് ബോൾ കളിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് ആളെ. അപ്പം ഞാൻ കുഞ്ഞിൻകുട്ടനെ എടുത്തിട്ട് വരട്ടെ കേട്ടോ. ബോൾ ഉരുണ്ട് പോയോ? എനിക്ക് ബോള് ഉരുട്ടിക്കളഞ്ഞോ? ചേട്ടാ കുഞ്ഞോട് ബോൾ ഇട്ട് എൻ്റെ അടിയിൽ കിട്ടു ചേട്ടാ. ഈ കുഞ്ഞിക്കണ്ണിങ്ങൾ ബോൾ ഇട്ട് എൻ്റെ അടിയിൽ കിട്ടുന്നേ. ഇങ്ങോട്ട് വാ, അമ്മ ചേട്ടൻ എടുക്കുന്നത് ഇവിടെ നമുക്ക് നടത്തിക്കൊണ്ടുവരാം ചേട്ടനെ. അവിടെയല്ല ചേട്ടാ, ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടൻ ബോളിലേക്ക് ഓടി വരുന്നുണ്ട്. എന്തുണ്ടോ ചേട്ടനെ അവിടെ ഇരുത്തട്ടെ, ഇരുത്തട്ടെ എന്റെ കൃഷ്ണ. ഇതിങ്ങനെ കോർണറിൽ എവിടെയെങ്കിലും കൊള്ളുന്ന സ്ഥലം വേണ്ടി തലേണ പില്ലോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ പിന്നെ അങ്ങനെ കുഴപ്പമില്ല, സെറ്റപ്പ് ആയിട്ടിരുന്നോളൂ. കുഞ്ഞിന് ബേബി കളിക്കാം. ചേട്ടൻ്റെ വണ്ടിയുടെ അമ്മയുടെ ഇരിക്കട്ടെ, അമ്മയുടെ ഇരിക്കട്ടേടാ. കുഞ്ഞോളെ അതിനിടയ്ക്ക് എന്താ വെറുക്കാൻ പോണേ, കാണാത്. കുഞ്ഞോളെ ചേട്ടൻ്റെ എടുത്തിരുന്നോ, ഇരുന്നോ, അമ്മ എറിഞ്ഞു കൊടുക്കാൻ ചേട്ടാ. പിടിച്ചോ ചേട്ടാ, പിടിച്ചോ ചേട്ടൻ കൊണ്ട് കൊടുക്ക്. ഇവിടെ ബോളെടുക്ക് ചേട്ടയ്ക്ക് എടുത്തേ കൊടുക്ക്. ചേട്ടൻ്റെ കിടന്നു അവിടെ. ചേട്ടൻ കഥ കുറ്റിടുക. എനിക്കിരിക്കടാ കുഞ്ഞാ. അതെ അവള് ബോളും കൊണ്ട് വരുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ബോളും കൊണ്ട് വരുന്നുണ്ട്. ബാ ചേട്ടൻ കൊടുക്കാൻ വാ കുഞ്ഞിപ്പെണ്ണേ. കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ടേ. ഇവിടെ റിംഗ് ലൈറ്റ് കുത്തിയിട്ട് ഇവിടെ ഒരുത്തി അതേല് തൂങ്ങിടക്കും. അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ നോക്കി. ഇപ്പം കുഞ്ഞിപ്പെണ്ണ് ബോൾ കൊടുക്കില്ല. അപ്പം ഞങ്ങൾ നീങ്ങോണ്ട് കളിക്കും. പിടിച്ചോ കുഞ്ഞിനെക്കൊണ്ട് അങ്കിൾ ഗിഫ്റ്റ് കൊടുത്ത ബോളാട്ടത് ഇല്ലേ കുഞ്ഞുണ്ടാ? ഇതാരാ തന്നെ ഗിഫ്റ്റ്? ഈ ബോള് ഗിഫ്റ്റ് തന്നെ ആരാ പറഞ്ഞേ? ആരാ ഗിഫ്റ്റ് തന്നെ? കുഞ്ഞുട്ട അമ്മ വരാതെ എറിഞ്ഞോ? പറഞ്ഞുകൂടിയേ കൊടുക്കണ ചേട്ടന്.
കൊടുക്കൂല, നിന്നാലും കൊടുക്കൂല. അങ്ങനത്തെ കുഞ്ഞിപ്പെണ്ണ്. ചേട്ടൻ എറിയാൻ പോണേ ബോളെ. ചേട്ടൻ സൂപ്പറായിട്ട് അറിയേ. ചേട്ടൻ നല്ല കൈയൊക്കെ കൊട്ടിട്ടാട്ടോ ബോൾ എറിയുന്നേ. ഇങ്ങനെ എറിയണോ? ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പോ കിട്ടിപ്പോയി. എറിയ. അമ്മനെ അറിയല്ലേ? അമ്മച്ചി അമ്മനെ അറിഞ്ഞ ഒന്നറിയ. അമ്മനെ അറിയല്ലേ? എറിയല്ലേ എറിയല്ലേ. ഒന്നുകിടിയേ എറിയല്ലേ എറിയല്ലേ. അമ്മച്ചി എറിയല്ലേ. അടുത്തല്ലോ ഭഗവാനെ. ഇനി ചേട്ടാ രണ്ടുപേരും അമ്മയ്ക്ക് എറിഞ്ഞിരുന്നേ. ചേട്ട ഇനി മോള്. ഇങ്ങോട്ട് കൊണ്ടുവാ. ചേട്ടക്ക് ദേഷ്യം വരും. അമ്മ നമുക്ക് ഇത്ര നേരം ബോൾ എറിഞ്ഞാൽ ക്ലാപ്പ് ചെയ്യാം. ക്ലാപ്പേ. അപ്പൊ സിറ്റിംഗ് അല്ലെങ്കിലും കോർണർ സ്റ്റാൻഡിങ്ങും ചെയ്യിക്കാട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ. അല്ലേ കുഞ്ഞൂട്ടാ? അവര് മടുക്കാതിരിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിപ്പോ ഓവറാക്ട് ചെയ്യാന്നൊക്കെ ചിലർക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഇത് ഓവറാക്ട് അല്ല, ഇതിൽ കൂടുതലാണ് എന്റെ ആസ്തി. പക്ഷെ അത് അത്രയും ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റുള്ളൂ. പിടിക്കടാ കൊണ്ട് തന്നു. ഈശ്വരാ. എറിഞ്ഞോ അമ്മ എഴുന്നേറ്റിക്ക. എറിഞ്ഞോ പറ്റും, കുഞ്ഞിക്ക് പറ്റും. രണ്ട് കഴിഞ്ഞ ചെറിയ ഉരുണ്ടുപോയി. എടുത്തിട്ട് വാ. ഞങ്ങൾ കോർണർ സിറ്റിങ്ങിന്റെ ആ ഒരു സമയം കഴിഞ്ഞല്ലോ. കാരണം ഇരിക്കാനുള്ള ബാലൻസ് സംഭവങ്ങളിലൂടെയായി. ഇനി വേണ്ടത് നിൽക്കാനുള്ള ബാലൻസ് ആണ്. അപ്പൊ കാലിലൊക്കെ കെട്ടിച്ചൊക്കെ നിർത്താം. പക്ഷെ അത് ഞാൻ അത്രയും നമ്മൾ ഉപയോഗിക്കലില്ല കേട്ടോ. എടുത്തിട്ട് വേണം ബോള്. കുഞ്ഞൊക്കെ ഒരു ഉത്തരവാദില്ലല്ലോ. അമ്മ എടുത്തിട്ട് വരാവേ. അമ്മ എടുത്തിട്ട് വരാലോ. അടുത്തോ ഇച്ചിരി സമയം കൊണ്ട് നിൽക്കണം. ഇച്ചിരി നേരം അവിടെ ഒരു 10 മിനിറ്റ് അവിടെ നിന്നാൽ 10 മിനിറ്റ് കേട്ടാ. 10 മിനിറ്റ്. കുഞ്ഞോളെ ചേട്ടക്ക് എന്തെങ്കിലും എടുത്തോണ്ട് നേരെ കളിക്കാൻ. ബോൾ ചേട്ടൻ മടച്ചു. നേരെ തന്നെ. കുഞ്ഞോട് എപ്പോഴും പുറത്തു പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ലഹള ഇവിടെ. അവിടെ ആണെങ്കിൽ ഭയങ്കര വെയിൽ. അമ്മയുടെ പോയി നിന്നു. നമുക്ക് ഇരുന്നോണ്ട് ബോൾ കളിച്ചാലോ. കുഞ്ഞോട് പോയി കളിക്കാം. ബോള് കൊടുക്കൂലോ ചേട്ടക്ക്. അവിടെ വെയിലാന്നേ. അവിടെ വെയിലത്ത് പോവാൻ പറ്റൂലെന്നേ. നമുക്ക് ഇങ്ങനെ ഇരുന്ന് കളിക്കാതാണ്. പിന്നെ വെയിലത്ത് പോണോ? വെയിലത്ത് പോകാൻ പറ്റൂല. എടാ അതിനാടാ ഇന്ന് വേണ്ടേ? വെയിലത്ത് പോകാൻ പറ്റൂല. ഇച്ചിരോട് കളിക്കാം. നമുക്ക് കലയുടെ പാട്ട് വെച്ചിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് കലയുടെ പാട്ട് വെച്ചിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇരിക്കാം. കലകർത്താനയുടെ പാട്ടുണ്ടോ? കലകർത്താനയുടെ പാട്ട് എങ്ങനെയാ? കലകർത്താനയുടെ പാട്ട് പാട്. ഇതിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഇതെന്താ ഇരിക്കാനുള്ള സാധനമാണത്. ഇപ്പൊ തുടങ്ങുന്നതാണ് കൂടെ പിടിവലി. പിടിവലി. അയ്യോ എന്റെ കൊച്ചിന് വീട്ടിൽ ഇരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഗ്രിൽഡ് ആവാൻ കയറിയിരിക്കും. വീടോടെ നീയാ മാത്രമാണ് പണി കൊടുക്കട്ടെ. കുത്തണ സാധനം കൂത്തിയാലോ. കുഞ്ഞോളെ അതെടുത്തിട്ട് വന്നേരാ. ഈ കുറുമ്പിനെ കൊണ്ട് ഞാൻ മടുത്തല്ലോ ഭഗവാനെ. ബാബുക്ക് സാധനം കുത്താം. ഇവിടെ ഇരുന്നോളെ. കുഞ്ഞിനെ പുറത്ത് അമ്മ കൊണ്ടുപോകില്ല, ഭയങ്കര വെയില. കൊണ്ടുപോകില്ല. അതൊക്കെ തുറന്ന് ഇറങ്ങി പോവല്ലോ. ഇതെന്തിനാ?
നമുക്കത് ഇത് കളിക്കാം. മതെടുത്തിട്ട് ചേട്ടന് കളിക്കൊന്നും വേണ്ട, പുറത്തിറങ്ങിയിരുന്നാൽ മതി. ഇതൊക്കെ ഇരിക്കുന്ന സാധനം അല്ല ഇത്, കുറുമ്പേ. ഇന്നത്തെ വരിക്കണ കഥ തുറക്കണോ? കഥ കൂട്ടിയിട്ട് കച്ച കൂട്ടിയിട്ട് പോയാൽ നമുക്ക് തുറക്കത്തില്ല. ഇനി എന്നാ ചെയ്യും? കഥ തുറക്കത്തില്ല, അമ്മയ്ക്ക് അറിയാൻ പാടില്ല. എന്നാ തുറക്കണോ? എന്നാടാ? നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം, ബോളൊക്കെ മടുത്തെങ്കിൽ. എങ്ങനെ വൈകുന്നേരം വരെ ആക്കുമെന്ന് എനിക്കറിയില്ല. എന്നും ഇത് തന്നെയാണ്. വെയിലുള്ള ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞിനെ കൂടെയാണെങ്കിൽ പുറത്തിറങ്ങണം, അമ്മയാണെങ്കിൽ ഇടൂല. ഈ തല്ലിപ്പൊളി ഇങ്ങനെയൊക്കെ നടന്നോളൂ. തല്ലിപ്പൊളി മാധവി തുറന്നു കൊടുക്കണ്ട ചേട്ടാ, വെയിലത്തിറങ്ങി പോവും. വേണ്ട, രണ്ടും കണക്ക് തന്നെയാണ്. എടാ ഏതായിട്ടുണ്ടോ നില കുഞ്ഞാണെങ്കിൽ കുത്തണ സാധനം ഇങ്ങനെ 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 കുത്തണത് എടുത്തിട്ട് വന്നേടാ കണ്ണാ. ഒന്നൂടാ അമ്മ കറുകറുത്താനോട് പാട്ട് എടുത്തരാം. കറു കറുത്തോരാന മുഴുമുഴുത്തോരാന തുമ്പിക്കൈ നീട്ടി വരുന്നുണ്ടേ, തുമ്പിക്കൈ നീട്ടി വരുന്നുണ്ടേ. ഇങ്ങനെ തുമ്പിക്കൈ നീട്ടി ഇങ്ങനെ തുമ്പിക്കൈ നീട്ടി വരുന്നുണ്ടേ. എങ്ങനെ കുഞ്ഞാ? ഇങ്ങനെ ഇങ്ങനെയാണ് കുഞ്ഞ ചേട്ടനെ. കറു കറുത്തോരാന മുഴുമുഴുത്തോരാന തുമ്പിക്കൈ നീട്ടി വരുന്നുണ്ടേ, തുമ്പിക്കൈ നീട്ടി വരുന്നുണ്ടേ. മൂടുമില്ല, ഒന്നുമില്ല ഇന്ന്. എന്റെ കുഞ്ഞോട് പാട്ട് പാടിത്തരും കറുകത്താനയുടെ. പാടറാ, പാടിക്ക്, പാടറാ. ചേട്ടനെ പൂരി കുത്തോണം. കുഞ്ഞിച്ചേട്ടൻ നമ്മുടെ കൈ വെച്ച് തള്ളുക കഥ തുറക്കാൻ. ഉടുപ്പൊക്കെ കഴിയുന്നോ? എന്നാ കറുകത്താനയുടെ പാട്ട് പഠിച്ചരാം. ഞങ്ങളിവിടെ കറുകത്താനയുടെ വെക്കാൻ പോവാം. അത് യൂട്യൂബിൽ പറ്റൂല, കോപ്പി റൈറ്റ് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ കറുകത്താനയുടെ പാട്ട് വെച്ചിട്ട് ഇച്ചിരി നന്നോടെ നിന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ എന്നാ പറയാം അല്ലേ? നോക്കെ നോക്കെ നോടി കാണിച്ചു പോയി. ഫോൺ എടുത്ത് പാട്ട് കേട്ടെ, പാട്ട് വയ്ക്കാം. കറുകത്താനയുടെ കറു കറുത്തോരാന. ബാക്കി ഇനി നമുക്ക് റെക്കോർഡ് ചെയ്യാം കേട്ടോ. കുഞ്ഞിനെ കൂടെ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അൻപിമോൾക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ഇടസമയം കൊണ്ടൊരു ഫുഡ് കഴിക്കലുണ്ട് ചെറുതായിട്ട്. കുഞ്ഞിന് മുതൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും 2 ബിസ്ക്കറ്റോ. ഇത് ഞാൻ അവനെ സ്വന്തമായിട്ട് ഫുഡ് കഴിപ്പിക്കുന്ന സമയമാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ചോറ് ഇതുവരെയും തന്നെ വാരി കഴിപ്പിക്കാനായിട്ട് ശീലിപ്പിച്ചിട്ടില്ല. അതും ശീലിപ്പിച്ചെടുക്കുകയായിരുന്നെങ്കിൽ അവനൊരു പക്ഷേ തന്നെ കഴിച്ചേനെ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ഈ സമയത്ത് കയ്യിൽ കൊടുക്കും കേട്ടോ. ചോറ് എന്തുകൊണ്ടോ കുഞ്ഞിനെ കൊണ്ട് വയറ് നിറയില്ല എന്നൊരു ചിന്ത എനിക്കിങ്ങനെ വരുവേ. പിന്നെന്താ പറയുക, നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് റിസൾട്ടിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കുറേ ടെസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ. ഹോമിയോ മരുന്നാണെങ്കിൽ നമ്മൾ ഹോമിയോ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. കാരണം എപ്പോഴും ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കാൻ എനിക്കൊരു താല്പര്യക്കുറവ്. കാരണം ഈ ആൻറ്റിബയോട്ടിക് അങ്ങനെ എടുക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ എന്താ പറയുക, എല്ലാ മാസവും ഇങ്ങനെ പലതവണ പനി വരുന്നു. അപ്പോൾ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് അങ്ങനെ എടുക്കാൻ തോന്നാത്തതുകൊണ്ടാണ് നമ്മളെന്നാൽ ഹോമിയോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഹോമിയോയിൽ ചെന്നപ്പോൾ ആ ഡോക്ടറാണ് കുറേ ടെസ്റ്റിന് എഴുതി തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കാൽസ്യം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 2 എണ്ണം മാത്രം വൈറ്റമിൻ D3 അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ അലർജിയുടേത് ബോർഡർ ലൈനിലാണെന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മെഡിസിൻ നമ്മൾ പോയി വാങ്ങണം. ബാക്കിയുള്ള തൽക്കാലത്തേനുള്ള മെഡിസിൻസൊക്കെ തന്നു വിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ജലദോഷം അങ്ങനെയുള്ളതിനൊക്കെ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ ഇത് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ ഇമ്മ്യൂണിറ്റി കുറവുണ്ടെന്ന്, അതിൻ്റെ ആയിരിക്കില്ല. ഈ ഒരു അലർജിയുടെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ കോൾഡ് പനിയൊക്കെ വരുന്നത്. അപ്പോൾ മെഡിസിൻ കൊടുത്താൽ അത് പൂർണ്ണമായിട്ട് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ മെഡിസിൻ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു ടെസ്റ്റ്, അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് കേട്ടോ അതൊക്കെ പറഞ്ഞേ. കുഞ്ഞുമുത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടപ്പം
എന്താണ് മനസ്സിൽ തോന്നിയതെന്ന് കമൻ്റായിട്ട് എഴുതണേ. അപ്പോൾ ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, എന്നെപ്പോലെ ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ മറ്റൊരമ്മ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വീട്ടിൽ പെട്ടുപോകുമ്പം ഭയങ്കരമായിട്ട് മെൻ്റലി ഒരു എന്താ പറയുക മെൻ്റൽ ട്രോമ തന്നെ വരാമല്ലേ. അതിന് കാരണം വേറെ ഒന്നുമല്ല. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോയിൽ പലപ്പോഴും ഞാനിങ്ങനെ പല കാര്യങ്ങളും കുഞ്ഞിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അൻവി മോള് വളരുന്നുണ്ട്. അപ്പം നിങ്ങളൊരിക്കൽ പോലും ഞാൻ മുഖം കറുത്ത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് വയ്യ, ഇത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്, അങ്ങനെയൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. അങ്ങനെ പറയലോ അങ്ങനെ ചിന്തിക്കലോ ഒന്നുമില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് വേറെ രീതിയിലും വേണമെങ്കിൽ ചിന്തിച്ചെടുക്കാം. ഒരു സെക്കൻഡ് പോലും നമുക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് മാറാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഒരു 3 വയസ്സ് വരെ ഉള്ളൂ ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു കഷ്ടപ്പാടിൻ്റെ ഒരു സമയം. അത് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂട്ടത്തിൽ വളർന്നു വന്നോളൂ അല്ലേ. പക്ഷേ കുഞ്ഞുനുമുത്തിനെ പോലെയുള്ളൊരു മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പോൾ കുഞ്ഞുണ്ണിന്ന് പറഞ്ഞാൽ പതിയെ പതിയെ അവൻ്റെ കാര്യങ്ങൾ റെഡിയായി വരുന്നുണ്ട്. പക്ഷേ എന്നാണ് പൂർണ്ണമായിട്ട് റെഡിയാവുന്നതെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചെയ്യുന്നു. അപ്പം കുഞ്ഞുങ്ങൾക്ക് മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമ്മളിങ്ങനെ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഒരു അവസ്ഥയും വരാമല്ലേ. പക്ഷേ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ പൂർണ്ണമായിട്ട് ആത്മാർത്ഥതയോടെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുന്നേയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാറി പറന്ന് നടന്ന് ജീവിച്ച ഒരാളാണ്. പെട്ടെന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും കരഞ്ഞിരിക്കുകയോ തളർന്നിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും അങ്ങനെ ദേഷ്യമൊക്കെ വരാം, നമ്മൾ മനുഷ്യരല്ലേ. അപ്പം നമുക്ക് സങ്കടം വരാം, ദേഷ്യം വരാം, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ. ഇപ്പം ഇങ്ങനെ ഒരു കുഞ്ഞ് വേണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് വല്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന ഒരു സമയത്ത് എല്ലാവർക്കും അല്ല ഇങ്ങനൊരു മകൻ അല്ലെങ്കിൽ കുഞ്ഞ് വേണമെന്നൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാമല്ലേ. അപ്പോൾ ഞാൻ പാട്ട് വെച്ച് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിനുമുത്തും ഈ പാട്ടും എല്ലാം കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാതിരിക്കുക. എന്നെപ്പോലെയുള്ള അമ്മമാരോട് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്താ പറയുക എല്ലാം വെറുതെ ആണല്ലോ എന്നൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കാതിരിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലൊരു ഭയങ്കരമായിട്ടൊരു വിഷമമുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുഞ്ഞിനുകൂട്ടിന് വേണ്ടിയിട്ട് ഒന്നും ഞാൻ ഈ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളല്ലാതെ എനിക്കിപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ അവനൊരു തെറാപ്പിക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് പോകാനോ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ അൻവി മോള് തന്നെയാണ് കേട്ടോ. അപ്പോൾ അൻവി മോളെയും കുഞ്ഞുണ്ണിക്കുട്ടനെയും ഒരുപോലെ എനിക്ക് എടുത്തിട്ട് പോകാനോ അല്ലെങ്കിൽ അത് നടപ്പാവുന്ന ഒരു കാര്യമല്ല. കാരണം 2 പേരും എടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. കുഞ്ഞിനുകൂട്ടൻ ജസ്റ്റ് ഒരു അടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അൻവി മോൾ അതിന് ഒരുപാട് വലുതാവേണ്ടിയിരിക്കുന്നത്, അതായത് ഒരു 3 വയസ്സ് 4 വയസ്സോളം എത്തണമല്ലോ. നമ്മളിപ്പോൾ ദൂരെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ട്രീറ്റ്മെൻറ്റിന് അൻവി മോളെയും കുഞ്ഞിനുകൂട്ടനെയും കൂടി കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ അത് കുഞ്ഞിനുകൂട്ടൻ്റെ സമയങ്ങളാണ് കടന്നു പോകുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഉള്ളിൽ ഭയങ്കര ഒരു സങ്കടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ വന്നെന്നോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണെന്നോ ഒന്നും വെച്ചിട്ട് എനിക്ക് സങ്കടമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ലൈഫിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിങ്ങനെ നടക്കണ സമയത്ത് എടുക്കുന്ന സമയത്തെല്ലാം നമ്മളെങ്ങനെ മുന്നോട്ട് നന്നായിട്ട് ജീവിച്ചു പോകാം എന്നൊരു ചിന്ത മാത്രമേ എൻ്റെ ഉള്ളിലുള്ള. എൻ്റെ കുഞ്ഞുണ്ണീനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം കുഞ്ഞുണ്ണിക്കുട്ടനോടൊപ്പം എന്നൊരു ചിന്ത മാത്രമുള്ളൂ. അതിന് വേണ്ടിയാണ് ഞാൻ എല്ലാ പ്രയത്നങ്ങളും ചെയ്യിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം നമ്മൾ ഏതൊരവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് വന്നതെന്ന്. അതിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പോലും ഞാൻ എൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലെനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വീടുണ്ട്, നമുക്ക് എന്താ പറയുക വണ്ടിയുണ്ട്, ആരുടെയും കയ്യും കാലും പിടിക്കാതെ നമ്മൾ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എൻ്റെ ഒരു എഫേർട്ട് പൂർണ്ണമായിട്ടുണ്ട്. കുഞ്ഞിനുകൊണ്ട് അച്ഛനോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ എന്താ പറയുക ഞാൻ മുന്നോട്ട് ഇറങ്ങാതെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടോ? ചുമ്മാ ഞാനിങ്ങനെ തമാശയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് സത്യമായൊരു കാര്യം തന്നെയാണ്. ഞാനിങ്ങനെ എന്നെ തന്നെ പൊക്കി പറയുകയല്ല. അപ്പോൾ നമ്മൾ തളർന്നിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒന്നും ആവില്ല. നമ്മളിങ്ങനെ കരഞ്ഞു വിളിച്ചിരുന്നുണ്ടെങ്കിൽ മക്കളും ആവില്ല, നമ്മുടെ ജീവിതവും ആവില്ല. അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ ഈ പറയുന്നത്. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക ഞാൻ ഭയങ്കരമായിട്ട് എന്നെ തന്നെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. തളർന്നിരിക്കുന്ന അമ്മമാർ ഒരുപാടുണ്ട്. അപ്പോൾ അവർ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് ദൈവം എന്താ പറയുക ഇങ്ങനെയൊന്ന് ഒരുക്കി തന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ അങ്ങ് ചിന്തിച്ചോളുക.
അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് നല്ല നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി എന്താ പറയുക നന്ദി അറിയിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ.